അള്ളാഹു അവൻ്റെ പടപ്പുകളിൽ അവൻ ഉദ്ദേശിക്കുന്നവരുടെ പേരിൽ സത്യം ചെയ്യും. അള്ളാഹു ഒരു കാര്യത്തെ സത്യം ചെയ്തു പറഞ്ഞാൽ ആ പറയാൻ പോകുന്ന കാര്യം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം സത്യം ചെയ്യാതെയും ഒരു കാര്യം പറയാം. അതുപോലെയാണ് അള്ളാഹു വിളിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന ആമനു എന്നോ യാ അയ്യുഹന്നാസ് എന്നോ വിളിച്ചുകൊണ്ട് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് കൂടുതൽ പ്രാധാന്യമുണ്ട്. കാരണം വിളിക്കാതെയും കാര്യം പറയാം, സത്യം ചെയ്യാതെ കാര്യം പറയാം. പക്ഷെ റബ്ബ് സത്യം ചെയ്തു പറഞ്ഞാൽ ആ എന്താണോ ഏത് കാര്യമാണോ പറയുന്നത് അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൂടാതെ ഒരുപാട് ചിന്തിക്കാനുള്ള, ഒരുപാട് ആലോചിക്കാനുള്ള കാര്യങ്ങളുടെ പേരിലാണ് അള്ളാഹു സത്യം ചെയ്യുക. റബ്ബ് അവൻ്റെ പടപ്പുകളിൽ അവൻ ഉദ്ദേശിക്കുന്നവരുടെ പേരിൽ സത്യം ചെയ്യും. എന്നാൽ സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ സത്യം ചെയ്തുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക്. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ലാ തഹ്ലിഫു ബി ആബായിക്കും. നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ പേരിൽ സത്യം ചെയ്യരുത്. അറബികൾക്ക് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. എൻ്റെ പിതാവ് തന്നെ സത്യം എന്ന് സത്യം ചെയ്തു പറയുന്ന പതിവുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, നബിയുടെ ആ ഹദീസ് കേട്ടതിന് ശേഷം പിന്നീട് ഒരിക്കലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ, പൂർവ്വപിതാക്കളുടെ പേരിൽ ഞാൻ സത്യം ചെയ്തിട്ടില്ല. ലാ ദാക്കിറൻ വല ആഥിറൻ. ഞാൻ സത്യം ചെയ്ത് പറയുകയോ സത്യം ചെയ്ത് പറഞ്ഞത് ഉദ്ധരിക്കുകയോ ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്തുകൂടൂ. വൽ കഅബ, കഅബയാണ് സത്യം എന്ന് ചിലർ പറയുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറഞ്ഞുകൂടാ. വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണ് സത്യം എന്നേ സത്യം ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നോക്ക്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക ശിർക്കാണ്. അത് ചില സന്ദർഭങ്ങളിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വലിയ ശിർക്കിലേക്ക് തന്നെ എത്തിച്ചേരാം. പൊതുവെ അതിൻ്റെ വിധി അത് ചെറിയ ശിർക്കാണ് എന്നാണ്. പക്ഷേ ആ സത്യം ചെയ്ത് പറയപ്പെടുന്ന ആളെ കുറിച്ച് ഇയാളുടെ മനസ്സിലുള്ള തഅദീമിൻ്റെ, മഹത്വപ്പെടുത്തലിൻ്റെ തോതനുസരിച്ച് ചില സന്ദർഭങ്ങളിൽ അത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ശിർക്ക്, വലിയ ശിർക്കിൽ തന്നെ എത്തിച്ചേരാം. നഊദു ബില്ലാഹ്.